നമസ്കാരം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന മുദ്രാവാക്യം ഞാനും വിളിച്ചിട്ടുണ്ട്. തോറ്റു തുന്നം പാടി നിൽക്കുമ്പോൾ പോലും വിളിച്ചിട്ടുണ്ട്. അയ്യയ്യേ ഇത് നാണക്കേട് എന്ന് മുതിർന്നവരിൽ ചിലർ അന്ന് തിരികെ വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് മനസ്സിലായില്ല. PM ശ്രീയിൽ ഒപ്പിട്ട ശേഷം പിന്മാറിയത് തോൽവിയല്ല എന്ന് വിളിച്ചു കൂവുന്നവരോട് എനിക്കും അതേ പറയാനുള്ളൂ. അയ്യയ്യേ ഇത് നാണക്കേട്. അങ്ങ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വീട് വീടാന്തരം കയറി ഇറങ്ങി അടച്ചിട്ട മുറിക്കുള്ളിൽ വീണ്ടും കരാർ ലംഘനത്തെക്കുറിച്ച് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും തരക്കേടില്ല. പുറത്താരും അറിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി CPM അധികാരത്തിൽ വരേണ്ടത് BJPയുടെ കൂടി ആവശ്യമാണല്ലോ. നിലനിൽപ്പല്ലേ പ്രശ്നം എന്ന് CPIയും CPMും കരുതി കാണും. CPMനൊപ്പം നിന്ന് ചാവുന്നതിലും ഭേദം മറ്റെവിടെയെങ്കിലും കിടന്ന് അന്ധിശ്വാസം വലിക്കുന്നതാണ് ഭംഗി എന്ന് CPI കരുതിയാൽ അതിൻ്റെ പേരുദോഷം തൻ്റെ ചുമലിൽ വന്നു ചേരുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് കേന്ദ്രത്തിലെ പറ്റിക്കലാണ് തമ്മിൽ ഭേദം എന്ന തീരുമാനത്തിൽ CPM എത്തിയതും PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം പിറന്നതും. സമയവും കാലവും ഒത്തുവരുന്ന മുറയ്ക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം മറവി രോഗം ബാധിച്ച കേരളീയർക്കിടയിൽ ഒരു നാൾ PM ശ്രീ പദ്ധതി വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, നടപ്പിലാക്കും. അതാണ് ചരിത്രം. തൽക്കാലം പൊറുക്കണം, സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ജീവൻ മരണ പോരാട്ടമാണ് എന്നൊക്കെ അങ്ങ് ഡൽഹി വരെ പോയി തട്ടിവിട്ടാൽ മോദി അമിത്ഷാ ദേവങ്ങൾ പൊറുത്തേക്കും. കമ്മ്യൂണിസ്റ്റുകളുടെ കുതികാൽ വെട്ടും ഇരട്ടത്താപ്പും രാജ്യവും ലോകവും കാണാനും അനുഭവിക്കാനും തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇപ്പോൾ ഇതിയാന്മാരുടെ കളി വിളയാട്ടമാണ്. ഇവരാരും കമ്മ്യൂണിസ്റ്റുകളല്ല. സത്യത്തിൽ കമ്മ്യൂണിസം പോലും ഇന്നില്ല. കേരളത്തിൽ ഇപ്പോഴുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലുമല്ല. അങ്ങനെയെന്ന് നമ്മെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ചിലർ. കേരളത്തിലേത് ഒരു ഇടതുപക്ഷ സർക്കാരാണ് എന്ന അഭിപ്രായം നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് പോലുമില്ല. 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കാം. ഇടതു നയം നടപ്പാക്കുന്ന സർക്കാരാണ് ഇത് എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ജനാധിപത്യ വിപ്ലവം പോലും നടപ്പാക്കാനാകാത്ത സംസ്ഥാനമാണിത്. ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എങ്ങനുണ്ട്? ഇതൊന്നും ഓർക്കാതെ വിളക്കു കാണുന്ന ഈയാംപാറ്റകളെ പോലെ കമ്മ്യൂണിസത്തിലേക്ക് ചെന്ന് ചാടി ജീവിതം ഹോമിക്കുന്നവരാണ് നമ്മിൽ പലരും. നൽകിയ വാക്കും ഉറപ്പും വാഗ്ദാനവും കാറ്റിൽ പറത്തുന്ന കമ്മ്യൂണിസ്റ്റ് നിലപാട് കേരളീയർക്ക് പുതുമയല്ല. പക്ഷെ കേന്ദ്രം ഇത് അത്ര പ്രതീക്ഷിച്ചിരിക്കില്ല. നിലനിൽപ്പിനായുള്ള പരസ്പര ധാരണ മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു ബ്രീത്തിങ് ടൈമാണ്. പണം എങ്ങനെ വാങ്ങണം എന്ന് പിണറായി വിജയന് ഭംഗിയായി അറിയാം. മാധ്യമപ്രവർത്തകരോടും മറ്റുള്ളവരോടും എങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നും അദ്ദേഹത്തിന് അറിയാം. പണം വാങ്ങാനും പദ്ധതികൾ നടപ്പാക്കാനും പുതിയ വഴികൾ തേടും. ഇതാണ് പതിവ് പരിപാടി. ഗ്രഹണ സമയത്ത് ഏതു ഞാനൂലും തലമുക്കും, വിഷമമിക്കും എന്ന് മുഖ്യമന്ത്രിക്കറിയാം. CPIയുടെ എതിർപ്പിന് അദ്ദേഹം അങ്ങനെയേ വില കൽപ്പിക്കുന്നുള്ളൂ. സഹോദര തുല്യരായ CPIയോടും സർവോപരി കേരളത്തിലെ ജനങ്ങളോടും PM ശ്രീയെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നതൊക്കെ വിഴുങ്ങി രഹസ്യമായി പദ്ധതിയിൽ ഒപ്പിട്ടു. ഒപ്പം നിന്നവരെ വഞ്ചിച്ചു. ഇപ്പോഴിതാ വീണ്ടും മറുകൊണ്ടം ചാടി. ഒപ്പിട്ട MOUവിൽ നിന്ന് പിന്മാറും പോലും. അതായത് ജനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും കൊടുത്ത വാക്ക് തരാതരം മാറ്റുന്നു. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കേരള മൂലയിൽ മാത്രം കിടന്ന് ഊർദ്ധശ്വാസം വലിക്കുന്ന ഒരേ തൂവൽ പക്ഷികളാണ് CPIയും CPMും. ഇവരിൽ വലിയേട്ടൻ കസേരയിൽ വിലസുന്ന CPM പണത്തിൻ്റെ പേരിൽ ആശയത്തെ പണയം വെച്ചു എന്നതാണ് CPIയെ ചൊടിപ്പിച്ചത്. മുന്നണി മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ PM ശ്രീ പദ്ധതിയിൽ രഹസ്യമായി ഒപ്പുവെച്ച CPM നിലപാടിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും എന്ന് CPIക്കാർക്ക് ഭംഗിയായി അറിയാം. എന്ത് CPI, ഏത് CPI എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തക്കം കിട്ടുമ്പോഴൊക്കെ CPIക്ക് ഇട്ട് കുത്തിയിരുന്ന CPMൻ്റെ പണി പക്ഷേ ഇക്കുറി പതിവ് പോലെ ഏറ്റില്ല. കേന്ദ്രവുമായുള്ള ഒത്തുകളിയിൽ ഇക്കുറി വഴങ്ങാനില്ല എന്ന തീരുമാനം വന്നു. ഒരുപക്ഷെ മുന്നണി വിട്ടു പോകേണ്ടി വന്നാൽ പോലും മടിക്കില്ല എന്ന ധാരണ പരത്താനും CPIക്ക് സാധിച്ചു. CPMൻ്റെ തണലിൽ കിടക്കുന്നതൊക്കെ ശരി, എത്ര നാളെന്ന് വച്ചാണ് ആട്ടും തുപ്പലും ഏൽക്കുക എന്ന് ഒറ്റയ്ക്കും കൂട്ടായും CPI നേതാക്കൾ പറയാതെ പറഞ്ഞു.
ഏതാണ്ട് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു CPIക്ക്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. മൂന്നാം തുടർഭരണം സ്വപ്നം കണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നടന്ന അടച്ചിട്ട മുറികൾക്കുള്ളിലെ ചർച്ചകൾക്കൊടുവിൽ ഇരു കൂട്ടർക്കും ആശ്വാസം പകരുന്ന അന്ത്യ തീരുമാനത്തിലുമെത്തി. ഇതും ജനത്തെ പറ്റിക്കാനുള്ള ഒരു താൽക്കാലിക കമ്മ്യൂണിസ്റ്റ് അടവ് നയം. അടിക്കടി അഭിപ്രായം മാറ്റുന്ന പ്രാദേശിക പാർട്ടികളിലും വലിയ ഗതികേടിലാണ് CPM ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. BJP CPM അന്തർധാര സംശയിക്കുന്ന ജനങ്ങളെ എങ്ങനെ തെറ്റു പറയാനാകും? മടിയിൽ കനമില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമെങ്കിൽ പോലും പാർട്ടിയല്ല വ്യക്തി തന്നെയാണ് പ്രധാനം എന്ന് പിണറായി വിജയൻ വീണ്ടും തെളിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോയി എന്ന ധാരണ പരത്താൻ കഴിഞ്ഞു എന്നതിൽ പോലും പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ആയിരിക്കില്ല വരുംകാല ദിനങ്ങളിൽ സംഭവിക്കുന്നത്. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ആയിരുന്നില്ലല്ലോ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രവർത്തിച്ചത് എന്നതല്ലേ ചരിത്രം. പറഞ്ഞതെല്ലാം വിഴുങ്ങി പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനത്തെ ന്യായീകരിക്കുകയാണ് പാർട്ടി തൊഴിലാളികൾ. ന്യായാന്യായങ്ങളുമായി അവർ കളം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഊരാക്കുടുക്ക് വരും ദിനങ്ങളിൽ നാം കാണാൻ പോകുന്നതേയുള്ളൂ. സംഗതി എന്തായാലും പദ്ധതി പിൻവലിച്ചതെന്തിന് എന്ന ചോദ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ CPM രാഷ്ട്രീയമായി മറുപടി പറഞ്ഞേ തീരൂ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ. പ്രതിഷേധം CPMന് ഉള്ളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. ഇത് CPIക്ക് ധൈര്യം പകർന്നിട്ടുമുണ്ടാകും. CPIക്ക് ഉള്ളിലെ വിഭാഗീയതയുടെ ഈ സമയത്ത് ഉറച്ചു നിന്ന ബിനോയ് വിശ്വത്തിന് ഇത് കരുത്തു തെളിയിക്കാനുള്ള അവസരം കൂടിയായി മാറി. കയ്യിൽ 5 പൈസയില്ല, കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നു എന്നൊക്കെ വിളിച്ചു കൂവുന്നതിനിടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 10,000 കോടിയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന കാഴ്ചയും കേരളം ഈ ദിനങ്ങളിൽ കണ്ടു. വല്ല നക്കാപിച്ചായി നൽകിയാൽ തുടർഭരണം നൽകുമെന്ന് കിറ്റിലൂടെ തെളിയിച്ചവരാണ് CPMക്കാർ. ഇക്കുറി മറ്റ് ചില ആനുകൂല്യങ്ങൾ പറഞ്ഞ് പ്രഖ്യാപിച്ച് അവർ അതിന് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നം തീരുമെങ്കിലും നാറ്റം തീരാനിടയില്ല. അധികാരം അതാണല്ലോ വലുത്. പരസ്പരം വഴങ്ങിക്കൊടുത്തുകൊണ്ട് അധികാരത്തിനായുള്ള അടവ് നയം മാത്രമാണ് CPI CPM ശ്രമം. ലേശം നാറിയാലും കുഴപ്പമില്ല, മൂന്നാം തുടർഭരണം കയ്യെത്ത് ദൂരെ എത്തി നിൽക്കുമ്പോൾ എറിഞ്ഞുടയ്ക്കാൻ CPM തയ്യാറല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ക്രെഡിറ്റ് സമ്പ്രദായവും 4 വർഷ ബിരുദവും വന്നു. ഇവയൊക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ് താനും. ഇവ അംഗീകരിച്ചത് വഴി യൂണിവേഴ്സിറ്റികൾ 504 കോടിയോളം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കർണാടകത്തിൽ BJP ഭരിക്കുന്ന സമയത്ത് ഒപ്പിട്ട PM ശ്രീ പദ്ധതിയെ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാർ തുടർന്നു. ചന്ദ്രശേഖര റാവു മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തെലങ്കാനയിലെ TRS സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതി പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരും തുടരുകയായിരുന്നു. ഛത്തീസ്ഗഡിലും പഞ്ചാബിലും സ്ഥിതി തഥൈവ. CPIയും CPMും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു നിന്ന് ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ തോറ്റത് ജനങ്ങളാണ്, ജനാധിപത്യമാണ്. രാജ്യത്ത് നിലവിലുള്ള വിവിധ സിലബസുകൾ പഠിക്കാനുള്ള ചുരുങ്ങിയ അവസരങ്ങൾ പോലും വിരുദ്ധ ആശയങ്ങൾ എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തുമ്പോൾ സത്യത്തിൽ ഹനിക്കപ്പെടുന്നത് കുട്ടികളുടെ പഠിക്കാനുള്ള അറിയാനുള്ള അവകാശങ്ങളാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിനിണങ്ങിയ പാഠ്യപദ്ധതികൾ പുതിയ തലമുറയ്ക്ക് നൽകാനായില്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ വ്യക്തികൾക്ക് മാത്രമല്ല രാഷ്ട്രത്തിനും അനുഭവിക്കേണ്ടി വരും. എന്നും ഒരേ കാര്യം അതുമാത്രമേ വിദ്യാർത്ഥികൾ പഠിക്കാവൂ എന്ന നിർബന്ധിക്കുന്നതിൽ എന്താണ് അർത്ഥം? ദൗർഭാഗ്യമെന്ന് തന്നെ പറയട്ടെ. ആശയങ്ങൾക്കല്ല നാണയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഗതികേടിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അതിനെ താങ്ങേണ്ട ബാധ്യതയാണ് കേരളത്തിലെ പുതുതലമുറയ്ക്ക് ഇന്നുള്ളത്. ചുറ്റും നിൽക്കുന്നവരെ പറ്റിച്ചു മുന്നേറുന്ന CPMന്റെ കപട രാഷ്ട്രീയം തിരിച്ചറിയാതെ പോകുന്നതാണ് കേരളത്തിന്റെ ശാപം. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന CPM ന്യായം നിലനിൽപ്പ് രാഷ്ട്രീയവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്ന് ബുദ്ധി മരവിച്ചിട്ടില്ലാത്ത കേരളീയർ തിരിച്ചറിഞ്ഞാൽ നന്ന്.